ഗുരുവായൂർ ദേവസ്ഥത്തിലെ മദപ്പാടിൽ നിൽക്കുന്ന ഒരു ഗജവീരൻ്റെ ദൃശ്യമാണ് കാണുന്നത്. മദപ്പാട് ലക്ഷണത്തിൻ്റെ ഭാഗമായി പ്രത്യേകം കൂട്ടത്തിൽ നിന്ന് മാറ്റി തളച്ചിരിക്കുകയും 2 കാലുകളും കോൺക്രീറ്റ് തൂണുകളിൽ ബന്ധിച്ചിരിക്കുകയുമാണ്. ഈ ആനയുടെയൊക്കെ സമയത്ത് പോകുന്നതിനായി അവിടുത്തെ പാപ്പാന്മാർ കർശനമായ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഭക്തന്മാരോടും ഇത്തരം ആനകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറിപ്പോകാനായിട്ട് ഉപദേശിക്കാറുമുണ്ട്. ഈ ആന താവളത്തിലെ ആനകളെ പരിപാലിക്കുന്ന പാപ്പാന്മാരുടെയും ഇത്തരം ജോലിക്കാരുടെയും ആത്മാർത്ഥമായ സേവനങ്ങൾ നാം കണ്ടുപിടിക്കേണ്ടത്. ഈ സഹജീവി സ്നേഹം എന്നൊക്കെ തന്നെ പറയാവുന്ന രീതിയിൽ ഈ ജീവിയെ എത്ര പരിപാലിച്ച് നോക്കുന്നു എന്ന് നമുക്ക് 1 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആനകൾ മർദ്ദനമൊക്കെ ഏൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ മർദ്ദനങ്ങളുടെ തോത് കുറഞ്ഞ ഒരു ആനത്താവളമാണിതെന്ന് തന്നെ പറയാം. നന്നായി പരിപാലിക്കുന്നതായി ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മദപ്പാടുള്ള ആനകളെ പ്രകോപിപ്പിക്കാതെ തന്നെ കൃത്യസമയത്ത് ആഹാരം എത്തിക്കുന്നതിനും പരിപാലിക്കുന്നതിനൊക്കെ അവർ നന്നായി ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സന്ദർശകരോടും സംയമനം പാലിക്കുന്നതിനെ അവർ നിരന്തരം ഉപദേശിക്കാറും നിർദ്ദേശിക്കാറുമുണ്ട്. നമ്മൾ അനുകരണീയമായ ഈ പ്രവർത്തനം തീർച്ചയായും ഇവിടുത്തെ പാപ്പാന്മാരെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ഹരി ഓം. ആര് പറയും? അവിടെ എന്നെ പാപ്പാൻ പറഞ്ഞു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും എനിക്ക് ദേഷ്യമാണ്.